നഷ്ടമായെന്ന് കരുതിയ സ്വർണമാല 2 ദിവസത്തിന് ശേഷം തിരികെ കിട്ടിയ സന്തോഷത്തിലാണ് പത്തനാപുരം മഞ്ചള്ളൂർ സ്വദേശിനി ഗായത്രിയും കുടുംബവും. ആദർശ് ഗായത്രി ദമ്പതികളുടെ മകൾ ആദ്യ ആദർശിന്റെ 2 പവന്റെ മാലയാണ് നഷ്ടപ്പെട്ടത്. ഹരിതകർമ്മ സേനാംഗങ്ങൾ പ്ലാസ്റ്റിക് ശേഖരിക്കുന്നതിനിടെ മാല ലഭിച്ചു. ഇവർ കുടുംബാംഗങ്ങൾക്ക് മാല കൈമാറുകയും ചെയ്തു. 4 മാസം മുമ്പാണ് പത്തനാപുരം മഞ്ചള്ളൂർ ശ്രീരാഗത്തിൽ ആദർശ് ഗായത്രി ദമ്പതികളുടെ മകൾ ആദ്യ ആദർശിന്റെ 2 പവൻ മാല നഷ്ടമായത്. ഇത് സംബന്ധിച്ച് ആരോടും പരാതി പറഞ്ഞിരുന്നില്ല. വീട്ടിലെ പ്ലാസ്റ്റിക് മാലിന്യം സൂക്ഷിക്കുന്ന ചാക്കിലായിരുന്നു മാല അകപ്പെട്ടത്. പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കാനെത്തിയ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് പ്ലാസ്റ്റിക് ശേഖരണത്തിനിടെ മാല ലഭിച്ചു. ഞങ്ങൾ വാർഡിലിറങ്ങി ഉണ്ണിസാറിന്റെ വീട്ടിൽ കയറി. അവിടെ കയറിയപ്പോഴും അവൾ പ്ലാസ്റ്റിക് തന്നു, ആ വീട്ടുകാർ തന്നു. അത് ഞങ്ങൾ തട്ടിയിട്ട് നമ്മൾ തരം തിരിക്കണമായിരുന്നു. അങ്ങനെ തരം തിരിച്ച കൂട്ടത്തിൽ പ്ലാസ്റ്റിക്കിൽ നിന്ന് കിട്ടിയതാണ് ഒരു മാല. ഈ മാല കിട്ടിയപ്പോൾ എന്താ തോന്നി? അത് ഞങ്ങൾ എടുത്ത് നോക്കിയിട്ട് ആ സാറിൻ്റെ അടുത്ത് സാറേ ഇത് സ്വർണ്ണം അല്ലേ നോക്കാൻ പറഞ്ഞു. അങ്ങനെ മരുമോളെ വിളിച്ചിട്ട് പറഞ്ഞു മോളെ ഇത് നോക്കാൻ പറഞ്ഞു. ആ കുഞ്ഞിൻ്റെ മാലയാണെന്ന് പറഞ്ഞു. അവർ 4 മാസം കൊണ്ട് മാല തപ്പിക്കൊണ്ട് നടക്കുമായിരുന്നു. ഞങ്ങളത് കൊടുത്ത് അവർക്കും സന്തോഷമായിരുന്നു, ഞങ്ങൾക്കും ഒരു സന്തോഷമായി. പിന്നെ ഞങ്ങൾ ഇതിനകത്ത് ഗ്രൂപ്പിലൊന്നും ഇടാനൊന്നും പോയില്ല. ആ ഉണ്ണിസാർ തന്നെ വാർഡ് ഗ്രൂപ്പിൽ ഇടുകയും അങ്ങനെയാണ് ഇപ്പോൾ എല്ലാവരും അറിഞ്ഞത്. ഉടൻ തന്നെ വീട്ടുകാരെ വിവരം അറിയിക്കുകയും ചെയ്തു. ഹരിതകർമ്മ സേനാംഗങ്ങളായ വിജയമ്മ, സരസ്വതി എന്നിവരാണ് മാല ഉടമസ്ഥർക്ക് കൈമാറിയത്. നഷ്ടപ്പെട്ടെന്ന് കരുതിയ സ്വർണ്ണമാല 2 ദിവസത്തിന് ശേഷം തിരികെ കിട്ടിയ സന്തോഷത്തിലാണ് കുടുംബം. ഇത് 4 മാസത്തോളമായി ഇത് കാണാതെ പോയിട്ട് അതിപ്പതേ കിട്ടിയിരിക്കുകയാണ്. എൻ്റെ വീട് തിരുവല്ലയാണ്. അപ്പം അവിടെ ഇവിടെയായിട്ടാണ് ഞാൻ നിന്നുകൊണ്ടിരുന്നത്. അപ്പം ഇനി അവിടാണോ ഇവിടാണോ എന്താണെന്ന് അറിയില്ലായിരുന്നു. ഒരുപാട് തപ്പി, പിന്നെ അത് കാണാതായപ്പോൾ കളഞ്ഞു പോയെന്നാണ് വിചാരിച്ചിരുന്നത്. ഹരിതകർമ്മയുടെ ചേച്ചിമാർ ഇവിടെ വന്ന സമയത്ത് പ്ലാസ്റ്റിക് എല്ലാം നമ്മൾ സാധാ കളയാൻ എടുത്ത് വെക്കുന്ന പോലെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് അവരിവിടെ വന്നപ്പം എല്ലാം ഇങ്ങനെ അവർ സെപ്പറേറ്റ് ആക്കി ഇത് കൊണ്ടുപോകുന്നത്. അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവർ കണ്ടപ്പോൾ നമ്മളെ പെട്ടെന്ന് വിളിച്ചത് ഇത് സ്വർണ്ണമാണോന്ന് അവർക്കും അറിയില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് അവരിത് എടുത്ത് തന്നു. ഞാനിപ്പോൾ കുഞ്ഞിൻ്റെ കൂട്ടത്തിലായിരുന്നു. അപ്പോൾ എടുത്ത് തന്ന് എന്നെ വിളിച്ചത് കാണിച്ചപ്പോൾ ഞാനും പെട്ടെന്ന് ഷോക്കായിപ്പോയി. എനിക്ക് ആദ്യം മനസ്സിലായില്ല ഇതായിരുന്നെന്ന്. പെട്ടെന്ന് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി, ഒത്തിരി നന്ദി പറഞ്ഞു. കാരണം നമ്മൾ കിട്ടുമെന്ന് പോലും വിചാരിച്ചിരുന്നല്ലോ, അങ്ങനെ കളഞ്ഞു പോയിരുന്നതല്ലേ. അപ്പോൾ അവർ കാരണം നമുക്ക് കിട്ടിയപ്പോൾ അത്രത്തോളം അവരോട് അതിനുള്ള ഒരു കടപ്പാടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.